ഹായ് ഹലോ വെൽക്കം ടു ഫത്തൂസ് കുക്കിംഗ്. ഇന്ന് ഉമ്മായി ഞാൻ ഒരു സിമ്പിൾ വെജ് റെസിപ്പി ആയിട്ടാണ് കൊണ്ടുവന്നേക്കുന്നത്. ഇത് ഒരു പൊട്ടറ്റോയും ക്യാപ്സിക്കം ഉള്ള ഒരു ഫ്രൈ ആണ്. ഇത് ഒരു ഈസിയും ഫാസ്റ്റും ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. നമ്മൾക്ക് ഒരു ബൗളിലോട്ട് സ്ലൈസ് ചെയ്ത പൊട്ടറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം. ഉമ്മ കാണിക്കുന്ന പോലെയാണ് സ്ലൈസ് ചെയ്യേണ്ടത്. ഇത് ഒരു 2 പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. നമ്മൾ ബൗളിലോട്ട് പൊട്ടറ്റോ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് 2 എടുത്തിട്ടുണ്ട്. പൊട്ടറ്റോ സ്ലൈസ് ചെയ്ത കണക്ക് ക്യാപ്സിക്കം സ്ലൈസ് ചെയ്താൽ മതി. ഇനി നമ്മൾക്ക് ഇതിലോട്ട് കുറച്ച് മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് നമ്മൾക്ക് ആവശ്യമുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾക്ക് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇനി 3/4 ടീസ്പൂൺ ടർമറിക് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഉമ്മ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇത് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി ഒരു പാൻ അടുപ്പിൽ വെക്കാം. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ യൂസ് ചെയ്തോ. നമ്മളിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ കടുക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും. ഇനി ഇതിലോട്ട് 2 അല്ലി ഗാർലിക് ക്രഷ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച പൊട്ടറ്റോ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്ത് അടച്ചു വയ്ക്കണം. ഇപ്പം അടച്ചു വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് വെള്ളമൊന്നും ആഡ് ചെയ്യണ്ട. ഇതിലുള്ള ജ്യൂസ് അങ്ങ് വെച്ചിട്ട് അങ്ങ് കുക്ക് ആയിക്കോളും. ഇനി ഇതിലോട്ട് 1/4 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഗരം മസാല ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ട് അടച്ചു വയ്ക്കാം. ഇത് 5 മിനിറ്റ് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യണം. അപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾക്ക് തുറന്ന് നോക്കാം. അപ്പം നമ്മളുടെ പൊട്ടറ്റോ ക്യാപ്സിക്കം ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത സൺഡേ വീണ്ടും കാണാം. ബൈ.